ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇനി ക്രോഷ്യ ബോസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഗംഗാ ഒലീവിയ അക്രിലിക്കാണ് 3.5mm ഹുക്കുമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് നമ്മുടെ ഫിംഗറിലൊന്ന് യാൺ ചുറ്റിയിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ യാൺ ഇതുപോലെ വലിച്ചെടുത്താൽ നമുക്കൊരു നോട്ട് പോലെ കിട്ടും. ഇനി ഹുക്ക് സ്ലിപ്പ് നോട്ടിന്റെ ഉള്ളിൽ കൂടെ കയറ്റുക, എന്നിട്ട് യാണിൽ പിടിച്ച് വലിച്ചാൽ നമുക്ക് അതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് 32 ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഹുക്കിലൊന്ന് യാൺ ചുറ്റുക, എന്നിട്ട് ആ ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ യാൺ ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി. ഇനി ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മതി, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ചെയിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് ഒരുപാട് ടൈറ്റ് ആയി പോവാനും ലൂസായി പോവാനും പാടില്ല. അപ്പൊ ഈ ഒരു ബോ ചെയ്യാനായിട്ടാണെങ്കിൽ സ്ലിപ്പ് നോട്ട് ഇടാനും ചെയിൻ സ്റ്റിച്ച് ചെയ്യാനും ഡബിൾ ക്രോഷ്യ ചെയ്യാനും മാത്രം അറിഞ്ഞാൽ മതി. അത്രയ്ക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണിത്. അങ്ങനെ നമ്മൾ 32 ചെയിൻസും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹുക്കിന്റെ അടുത്തുള്ള 2 ചെയിൻസ് വിട്ടിട്ട് ബാക്കി ചെയിൻസിലെല്ലാം നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യണം. അതായത് നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത് ഹുക്കിന്റെ അടുത്തു നിന്നുള്ള 3ാമത്തെ ചെയിനിലാണ്. ഈ റൗണ്ട് കഴിയുമ്പോഴത്തേന് നമുക്ക് മൊത്തം 30 ഡബിൾ ക്രോഷ്യേസ് കിട്ടും. നിങ്ങൾക്ക് ഇതുപോലുള്ള ക്രോഷ്യ വീഡിയോസും ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ ഒട്ടും അറിയാത്തവരാണെങ്കിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാം. ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ഹുക്കിലൊന്ന് യാൺ ചുറ്റുക, എന്നിട്ട് ചെയിനിന്റെ ഉള്ളിൽ കൂടെ ഹുക്ക് കയറ്റിയിട്ട് യാൺ അതിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ ഇതാ ഇതുപോലെ 3 ലൂപ്സ് കിട്ടും. ഇനി വീണ്ടും ഹുക്കിലൊന്ന് യാൺ ചുറ്റുക, എന്നിട്ട് അതിലെ 2 ലൂപ്പിൽ കൂടെ യാൺ ഒന്ന് വലിച്ചെടുക്കുക. വീണ്ടും ഹുക്കിൽ യാൺ ചുറ്റുക, എന്നിട്ട് ആ 2 ലൂപ്പിൽ കൂടെ യാൺ വലിച്ചെടുക്കുക. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആവും. എല്ലാ ചെയിനിലും നമ്മൾ ഈ സെയിം പ്രോസസ് ആണ് ചെയ്തു പോകുന്നത്. അങ്ങനെ നമുക്ക് 30 ഡബിൾ ക്രോഷ്യേസ് കിട്ടും. ഇത് ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്, കാരണം ഏതെങ്കിലും ഒരു ചെയിനിൽ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വിട്ടുപോയാൽ നമ്മൾ അഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ സൈസിലാണ് ഈ ബോ വേണ്ടതെങ്കിൽ നിങ്ങൾ ഈ സെയിം പാറ്റേൺ തന്നെ കുറച്ച് എണ്ണം കൂട്ടി ചെയ്താൽ മതി. അതായത് ചെയിനിന്റെ എണ്ണം ഡബിൾ ക്രോഷ്യയുടെ എണ്ണം ഒക്കെ അതിനനുസരിച്ച് കൂട്ടിയാൽ മതി. ഇനിയിപ്പോൾ ഇതിലും ചെറിയ സൈസിലാണ് വേണ്ടതെങ്കിൽ എണ്ണം അതിനനുസരിച്ച് കുറച്ചിട്ട് ചെയ്താൽ മതി. അപ്പൊ സൈസ് കൂട്ടാനാണെങ്കിലും കുറയ്ക്കാനാണെങ്കിലും പാറ്റേൺ സെയിം തന്നെ, എണ്ണത്തിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. പിന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ ആദ്യം ഈ ഒരു എണ്ണത്തിൽ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ സൈസ് കൂട്ടിയോ കുറച്ചോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം, എന്നിട്ട് അതിനെ ഒന്ന് തിരിച്ചു പിടിക്കണം. ഇനി നമ്മൾ മുകളിൽ കൂടെ നോക്കുമ്പോൾ എന്താ നമുക്ക് ഇതുപോലെ കാണാനായിട്ട് പറ്റും. ഒരു വി ഷേപ്പ് പോലെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ ഇത് ഫ്രണ്ട് ലൂപ്പ്, ഇത് ബാക്ക് ലൂപ്പ്. അതായത് നമുക്ക് അവിടെ 2 ലൂപ്പ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ഞാൻ ഈ ഹുക്ക് ഇപ്പൊ കയറ്റിയിരിക്കുന്നതാണ് ഫ്രണ്ട് ലൂപ്പ്, ഇതാണ് ബാക്ക് ലൂപ്പ്. ഈ റൗണ്ടിലെ ബാക്ക് ലൂപ്പിൽ കൂടെ ആണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അതായത് ഓരോന്നിന്റെ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം, ഫ്രണ്ട് ലൂപ്പിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ഈ ഹുക്കിൽ ഒന്ന് യാൺ ചുറ്റുക, എന്നിട്ട് ബാക്ക് ലൂപ്പിൽ കൂടെ ഹുക്ക് കയറ്റിയിട്ട് യാൺ ഒന്ന് വലിച്ചെടുക്കണം. അപ്പൊ നമ്മൾ നേരത്തെ ഡബിൾ ക്രോഷ്യ ചെയ്തതുപോലെ തന്നെ ഹുക്കിൽ 3 ലൂപ്സ് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ഡബിൾ ക്രോഷ്യ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ, അതായത് ഹുക്ക് ഒന്ന് യാണിൽ ചുറ്റുക, എന്നിട്ട് 2 ലൂപ്പിൽ കൂടെ ആ ഒരു യാൺ ഒന്ന് വലിച്ചെടുക്കുക. ഇനി വീണ്ടും ഹുക്ക് യാണിൽ ചുറ്റുക, ബാക്കി 2 ലൂപ്പിൽ കൂടെ വീണ്ടും യാൺ വലിച്ചെടുക്കുക. സോ ഇതുപോലെ എല്ലാ ബാക്ക് ലൂപ്പിൽ കൂടെ നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. അങ്ങനെ ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ 30 ഡബിൾ ക്രോഷ്യേസ് കിട്ടും. ഈ ഒരു റൗണ്ട് ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, കാരണം നമ്മൾ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രമാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ശ്രദ്ധയില്ലാതെ ചെയ്താൽ ചിലപ്പോൾ തെറ്റിപ്പോകും. അപ്പോൾ വീണ്ടും ഹുക്ക് യാണിൽ ചുറ്റുന്നു, എന്നിട്ട് ബാക്ക് ലൂപ്പിൽ കൂടെ ഹുക്ക് കയറ്റിയിട്ട് യാണൊന്ന് വലിച്ചെടുക്കുന്നു. ഇനി വീണ്ടും ഹുക്കിൽ യാൺ ചുറ്റുക, 2 ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കുക, വീണ്ടും 2 ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കുക. ഇതിലെ ചെയിനിന്റെയോ ഡബിൾ ക്രോഷ്യയുടെയോ ഒക്കെ എണ്ണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ എഴുതി കൂടെ കൊടുത്തേക്കാം, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ പാറ്റേൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കുകയോ ചെയ്തേക്കാം. ഈ ഒരു റൗണ്ടിലെ 30 ഡബിൾ ക്രോഷ്യേസ് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ ഈ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ നേരത്തെ ചെയ്ത എക്സാക്ട് സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. അതായത് 2 ചെയിൻ ചെയ്യുക, എന്നിട്ട് അതിനെ ഒന്ന് തിരിക്കുക, എന്നിട്ട് വീണ്ടും ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം ഡബിൾ ക്രോഷ്യ ചെയ്യണം. സോ ഈ റൗണ്ടിൽ നമുക്ക് ടോട്ടൽ 30 ഡബിൾ ക്രോഷ്യസ് ആണ് ചെയ്യാനുള്ളത്. എങ്ങനെ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ 2-3 വട്ടം പറഞ്ഞതുകൊണ്ട് ഇനിയും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി ഇതുപോലെ ഏതെങ്കിലും ക്രോഷ്യ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് സെക്ഷനിൽ പറയണം. പിന്നെ ഇതെന്റെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് സെറ്റ് ആക്കാം. ആദ്യമായിട്ട് ലോങ് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഏത് ആംഗിളിൽ എടുക്കണം, എങ്ങനെ എടുത്താൽ ശരിയാവും നോക്കി എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഈ സെയിം പാറ്റേണിലുള്ള ക്രോഷ്യ ബോ ചെയ്യുന്ന ഒരു ഷോർട്സ് ഞാൻ 2-3 വീക്സ് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് കുറച്ച് പേര് ലോങ് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടനെ ഇടണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ കുറച്ച് നീണ്ടുപോയി. അപ്പൊ പറഞ്ഞ് ഈ ഒരു റൗണ്ടിന്റെ പകുതി വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അതാ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇനി ഞാൻ കുറച്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഹുക്ക് യൂസ് ചെയ്ത് അതൊന്ന് വലിച്ചെടുക്കുക, എന്നിട്ട് ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക. ഇത് നമ്മുടെ ബോർഡ് മെയിൻ പോർഷൻ ആണ്. ഇനിയിപ്പോൾ ഇതിനെ 2 സൈഡിൽ നിന്നൊന്ന് മടക്കിയിട്ടൊന്ന് തയ്ച്ചു കൊടുക്കണം. ഈ ഒരു നീഡിൽ ഞാൻ മീഷോയിൽ നിന്ന് ക്രോഷ്യ കിറ്റ് മേടിച്ചപ്പോൾ അതിനകത്തുണ്ടായിരുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ യാൺ കയറുന്ന വേറെ നോർമൽ സൂചി ഉണ്ടെങ്കിൽ അതും യൂസ് ആക്കാം. പിന്നെ ഇത് തയ്ച്ചു കൊടുക്കുമ്പോൾ ജസ്റ്റ് 2 സൈഡിലെ സ്റ്റിച്ചിന്റെ ഇടയിൽ കൂടെ കയറ്റി അങ്ങ് തയ്ച്ചു കൊടുത്താൽ മതി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തയ്ച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഇത് ഫുള്ളായിട്ട് നല്ലപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒന്ന് കെട്ടിക്കൂടെ കൊടുക്കുക, എന്നിട്ട് അതൊന്ന് നല്ലപോലെ ടൈറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് തയ്ച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. വീണ്ടും ബാക്കി നിൽക്കുന്ന യാൺ നമുക്ക് ആ സ്റ്റിച്ചിന്റെ ഇടയിലായിട്ടൊന്ന് ഹൈഡ് ചെയ്ത് വെക്കണം. അപ്പോൾ സൂചിയിൽ ഇതുപോലെ ഒന്ന് കയറ്റിയിട്ട് ആ സ്റ്റിച്ചിന്റെ
ഇടയിലായിട്ട് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുത്താൽ മതി. അങ്ങനെ എക്സ്ട്രാ നിന്ന യാണിന്റെ കുറച്ച് ഭാഗം നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും, ബാക്കി വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കളയും. മറ്റേ സൈഡിലും ഇതുപോലെ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന യാൺ ഇതുപോലെ തന്നെ ഹൈഡ് ചെയ്ത് വെക്കണം. പിന്നെ നിൽക്കുന്ന യാൺ നമ്മൾ നേരത്തെ പോലെ കട്ട് ചെയ്ത് കളയും. അപ്പൊ ഇത് ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് തിരിച്ചിടാം. അപ്പൊ നമ്മുടെ ബോർഡ് മെയിൻ പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ബാക്കി പോർഷൻ ചെയ്യാനായിട്ട് ആദ്യം തന്നെ വീണ്ടും ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കണം. നമുക്കിനി ഈ ഒരു റൗണ്ടിൽ 17 ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഹുക്ക് ഒന്ന് സ്ലിപ്പ് നോട്ടിലോട്ട് കയറ്റുക, യാണ് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഓരോ ചെയിൻസ് ആയിട്ട് ചെയ്യുക. ചെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും ഞാൻ ഒന്നും കൂടെ പറയാം. ഹുക്ക് ഒന്ന് യാണിൽ ചുറ്റുക, എന്നിട്ട് ഹുക്ക് യൂസ് ചെയ്തിട്ട് ആ ലൂപ്പിൽ കൂടെ യാൺ വലിച്ചെടുക്കുക. സോ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോർഡ് ആ ടെയിലായിട്ട് വരുന്ന പോർഷൻ ആണ്. അങ്ങനെ നമ്മൾ 17 ചെയിൻ സ്റ്റിച്ചും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഹുക്കിന്റെ അടുത്തുള്ള 2 ചെയിൻസ് വിട്ടിട്ട് മൂന്നാമത്തെ ചെയിൻ തൊട്ട് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യണം. ഈ റൗണ്ടിൽ ടോട്ടൽ നമുക്ക് 15 ഡബിൾ ക്രോഷേസ് ആണ് ചെയ്യാനുള്ളത്. ബോർഡ് ടെയിൽ പോർഷന് നിങ്ങൾക്ക് കുറച്ചും കൂടെ നീളം വേണമെങ്കിൽ അതിനനുസരിച്ച് ചെയിൻസിന്റെ ഡബിൾ ക്രോഷയുടെ എണ്ണം കൂട്ടിയാൽ മതി. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പോർഷന്റെ പാറ്റേൺ നമ്മുടെ ബോർഡ് മെയിൻ പോർഷൻ ഇല്ലായിരുന്നു, അതിന്റെ പാറ്റേണുമായിട്ട് ഏകദേശം സിമിലർ ആണ്. കുറച്ച് എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ ഈ ഒരു ബോ നിങ്ങൾക്ക് 15 to 30 മിനിറ്റ്സിനുള്ളിൽ സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കാം. ബോ ചെയ്യുന്ന പല പല പാറ്റേൺസ് ഉണ്ട്, അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതിൽ ഒന്നാണ് ഈ ഒരു പാറ്റേൺ. ഇനി ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതാ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വീണ്ടും 2 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് അതിനെ ഒന്ന് തിരിക്കണം. അന്നേരം നമുക്ക് ബോർഡ് മെയിൻ പോർഷൻ ചെയ്തതുപോലെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ 2 ലൂപ്സ് ആയിട്ട് കാണാനായിട്ട് പറ്റും. അതിൽ ഇത് ബാക്ക് ലൂപ്പ്, ഇത് ഫ്രണ്ട് ലൂപ്പ്. ഇനി ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം വീണ്ടും 15 ഡബിൾ ക്രോഷേസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷേ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യാൺ ഓവർ ചെയ്തു, പുൾ ത്രൂ ചെയ്തു, വീണ്ടും യാൺ ഓവർ ചെയ്തു, പുൾ ത്രൂ ചെയ്തു. ബോ ചെയ്യുന്നതിലെ ലാസ്റ്റ് റൗണ്ട് ആണ് ഇത്. ഈ ഒരു 15 ഡബിൾ ക്രോഷേസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോർഡ് പരിപാടി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. പിന്നെ ഡബിൾ ക്രോഷേ ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ അതിന്റെ എണ്ണം കൂടെ ഒന്ന് കൗണ്ട് ചെയ്ത് പൊക്കോണം. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നിങ്ങൾക്ക് കേൾക്കാം, അത് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്തേക്കണം. കാരണം ഞാൻ വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ ഇരുന്നപ്പോൾ തൊട്ട് എവിടെ നിന്നില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആണ്. ഇനി ഫുള്ള് 15 ഡബിൾ ക്രോഷേസും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ കിട്ടുന്നതെന്നുള്ളത് നോക്കാം. ഡബിൾ ക്രോഷേ ചെയ്യുന്ന സെയിം പ്രോസസ് ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡിലിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഇനി യാണൊന്ന് കട്ട് ചെയ്തിട്ട് ഹുക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് വലിച്ചെടുത്തിട്ട് ടൈറ്റ് ആക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ ടെയിൽ പോർഷന്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ എക്സ്ട്രാ നിൽക്കുന്ന യാൺസ് ഒന്ന് ജസ്റ്റ് ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നേരത്തെ പോലെ നീഡിൽ കയറ്റിയിട്ട് ആ സ്റ്റിച്ചിന്റെ ഇടയിലായിട്ട് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്നത് വീണ്ടും കട്ട് ചെയ്ത് കളയുക. അപ്പുറത്തെ സൈഡിലും എക്സ്ട്രാ നിൽക്കുന്ന യാണിൽ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. യാൺ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് അത് അവിടെ ഇവിടെ തൂങ്ങി കിടക്കാതെ നല്ല സെക്യൂർ ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഇനി ഈ 2 പോർഷനും കൂടെ ജസ്റ്റ് അസംബിൾ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബോ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതൊന്ന് കൂട്ടി പിടിച്ചിട്ട് ആ നടുക്ക് പോർഷനിൽ നമ്മൾ യാണൊന്ന് ചുറ്റി കൊടുക്കണം. ചുറ്റി കൊടുക്കുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് കുറച്ച് വൃത്തിക്ക് വേണം ചുറ്റി കൊടുക്കാൻ. ഈ ചുറ്റി കൊടുക്കുന്നതിന് അങ്ങനെ കൗണ്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് എത്ര തവണ ചുറ്റുമ്പോഴാണോ അത് സെക്യൂർ ആയിട്ട് ഇരുന്നെന്ന് തോന്നുന്നത് അത്രയും തവണ ചുറ്റി കൊടുക്കാം. ഇതിനെ അഴിഞ്ഞു പോവാതിരിക്കാൻ യാൺ നല്ല ടൈറ്റ് ആയിട്ട് കെട്ടണം. അപ്പോൾ ഞാൻ 2 തവണ കെട്ടിയിട്ട് യാൺ കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ കെട്ടുന്നുണ്ട്. നിങ്ങളൊരു 2 തവണ കെട്ടിയാൽ മതി. ഞാൻ പിന്നെ കുറച്ചും കൂടെ സെക്യൂർ ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഒന്നും കൂടെ കെട്ടിക്കൊടുത്തത്. അപ്പോൾ നമ്മുടെ ക്രോഷേ ബോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ പൂട പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലൈറ്റർ കാണിച്ചാൽ മതി. കൊച്ചുകുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ വലിയവരുടെ ഹെൽപ്പോട് കൂടെ മാത്രം ആ ഒരു സ്റ്റെപ്പ് ചെയ്യുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.